നമുക്കിന്ന് നല്ലൊരു അടിപൊളി പാലപ്പം ഉണ്ടാക്കിയാലോ? ഇതിൽ ഉഴുന്നോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഈനോ തേങ്ങാവെള്ളമോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പുളിച്ച മാവൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു 5-6 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. ഞാനിത് എടുത്തിരിക്കുന്ന റേഷൻ അരിയാണ്. അതിൽ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നല്ലൊരു വാര വെക്കുന്ന പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ അതിൽ ഒരു പൊട്ട് പോലും വെള്ളമില്ലാത്ത രൂപത്തിൽ നല്ലപോലെ വെള്ളം വാർത്തെടുക്കുക. വെള്ളം വാർത്തെടുത്ത അരിനെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ കളയണം എന്നുള്ളവർക്ക് കളയട്ടെ. ഞാൻ അങ്ങനെയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 2 കപ്പ് അരി ആയതുകൊണ്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥാനത്ത് നിങ്ങൾ അരി കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൂട്ടിയെടുക്കുക. ഇനി അത് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഇനി അത് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഒരു 3-4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. നല്ലപോലെ കുതിർന്ന് കിട്ടുന്നത്. ഇപ്പോൾ അത് രാവിലെയാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ കൂട്ടി വെച്ചത്. നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച രാവിലെയാണ്. ഇപ്പോൾ ഞാനിത് വൈകുന്നേരത്താണ് ഇപ്പോൾ അത് അരച്ചെടുക്കുന്നത്. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സിൻ്റെ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി അരയ്ക്കുമ്പോൾ ചൂടായി പോകരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നുമില്ല, അരയ്ക്കണതിൻ്റെ 1 മണിക്കൂർ മുൻപ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് അരി തണുപ്പിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഇടുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത വെള്ളം അരി കുതിരാനിട്ട വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഐസ് ക്യൂബ് ആക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അരി മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം വെച്ചിട്ട് തന്നെ 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. നല്ലപോലെ തന്നെ മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് അതിലൊരു എയർ ബബിൾസ് വരും. ആ ബബിൾസ് വരുമ്പോൾ നമ്മുടെ മാവ് പൊന്താൻ നല്ലതാണ്. പെട്ടെന്ന് പൊന്തി കിട്ടും. അതിന് ശേഷം ഇവിടെ ഇപ്പോൾ നല്ല മഴയുള്ള സമയത്താണ് ഞാനിത് ആട്ടിക്കുന്നത് കേട്ടോ. പെട്ടെന്നൊന്നും പൊന്തി കിട്ടില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ കേട്ടോ. ലൈറ്റ് ചൂടായിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ തട്ടിലാണ് മാവും പാത്രം വെക്കേണ്ടത്. ചുടുവെള്ളത്തിൽ നേരിട്ട് മാവ് വെക്കരുത് കേട്ടോ. തണുപ്പുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ്. മാവ് നല്ലപോലെ പൊന്തി വരും. ഈ കുക്കറിലെ ആ ചൂട് നല്ലപോലെ നിന്നിട്ട് മാവൊക്കെ നല്ലപോലെ പൊന്തി വരും. കുക്കറിൻ്റെ വിസിലും ഇട്ട് വെക്കണം കേട്ടോ. രാത്രി ഞാൻ അങ്ങനെ വെച്ചത്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയണില്ലേ. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ ഇല്ലെങ്കിൽ ഈസ്റ്റോ ഈനോ തേങ്ങാവെള്ളമോ പുളിച്ച മാവോ കപ്പി കാച്ചിയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഉഴുന്ന് കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഇന്നലെ തന്നെ മാവിൽ ഉപ്പിട്ട കാരണം കൊണ്ട് പിന്നെ ഒന്നും ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. മാവൊക്കെ ഞാൻ നല്ലപോലെ കലക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രീ ആയി കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പച്ചട്ടി. ഇപ്പോൾ ഞാൻ അപ്പം ചുടലൊക്കെ ഉണ്ട്. ഞാൻ സാധാ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ സാധാ ചട്ടിയിൽ ഇങ്ങനെ ദോശച്ചട്ടിയിൽ വെച്ചിട്ടാണ് അപ്പം ചുടല്. അങ്ങനത്തെ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അപ്പച്ചട്ടി കിട്ടിയപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി സ്പോഞ്ച് വെച്ച് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൽ നല്ലപോലെ ബബിൾസ് വരും. ബബിൾസ് വരുന്ന സമയത്ത് നമ്മളിത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. മൊരീച്ചെടുക്കേണ്ടവർക്ക് മൊരീച്ചെടുക്കുക. ഇല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുന്നവർക്ക് വേവിച്ചെടുക്കുക. എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കണില്ല. ഞാനിപ്പോൾ അത് മൊരിയിച്ചിട്ടും ചുടുന്നുണ്ട്, സോഫ്റ്റായിട്ടും ചുട്ടെടുക്കുന്നുണ്ട്. എങ്ങനെ ചുട്ടാലും ഈ മാവ് കഴിയുന്നവരെ നല്ല അടിപൊളി അപ്പം തന്നെയാണ്. നമ്മൾ അപ്പത്തിന് മാവ് കോരി ഒഴിക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മളതൊന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ മാവ് എടുക്കാൻ.
അല്ലെങ്കിൽ ആദ്യത്തെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, ലാസ്റ്റത്തെ മാവ് എല്ലാം വറം കൊള്ളി പോലെ ഉണ്ടാവുള്ളൂ. ഇത് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. ഞാൻ ഈ അപ്പത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് മട്ടൻ കുറുമയായിരുന്നു കേട്ടോ. മട്ടൻ കുറുമേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ വെയിറ്റ് ലോസിന് പറ്റിയ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ കടലയും പയറുകളൊക്കെ മുളപ്പിച്ചിട്ട് അതൊക്കെ ആയിട്ടുള്ളതൊക്കെ. ഓക്കെ, താങ്ക് യു, ബൈ.